എന്നെ കേൾക്കുന്ന അമ്മച്ചിമാരോടും ഇവിടെയുള്ള ദേശനിവാസികളോടും ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെയൊക്കെ ജീവിതം താൽക്കാലികമാണ്. മൈക്കിൾ ജാക്സൺ. അപ്പോൾ ആ മൈക്കിൾ നിങ്ങൾ പറഞ്ഞ് നമുക്ക് കാര്യം മനസ്സിലായി. അത് വേണ്ട, അതാ അത് അങ്ങനെ അതില്ല, പണക്കുമല്ല കാര്യം പറയണം. അവര് പറയട്ടെ, നീ മാറ്. അതന്നെ പറഞ്ഞത്, നിങ്ങൾ കുടിക്കുന്ന തന്നെ അവര് പറഞ്ഞത്, മദ്യത്തിൽ തന്നെ പറഞ്ഞത്. മദ്യം കുടിക്കില്ല, അതന്നെ പറഞ്ഞത്. മാറി, നീ മാറി. അവരെ കൊണ്ട് കൂട്ടോ, അവർ നല്ലതാ പറയുന്നത്. കേട്ടതൊന്നും പറഞ്ഞിട്ടില്ല, നല്ല കാര്യം പറയുന്നത്. 5 മിനിറ്റേ ഉള്ളൂ. സമാധാനം തരും, ഒന്നും പേടിക്കണ്ട. നല്ല കാര്യ പറയുന്നത്. നിങ്ങൾ മനുഷ്യനെയല്ല സ്നേഹിക്കുന്നത്, അതൊന്നും പേടിക്കണ്ട. സതീഷ് നല്ല പേര് പറഞ്ഞു, ദിവാകരനെ. അതായത് മനുഷ്യനെയല്ലേ ദൈവം സ്നേഹിക്കുന്നത്, നമ്മളൊക്കെ മനുഷ്യരല്ലേ. ആണും പെണ്ണുമായിട്ട് അവർക്ക് കുറിച്ച് സത്യം പറഞ്ഞ പോലെ മദ്യം കഴിച്ചവർ മനസ്സിലായി. എനിക്ക് ദിവാകരന്റെ 5 മിനിറ്റ് ഇരിക്കുവോ? എനിക്ക് കേൾക്കാൻ പറ്റില്ല. ശരി ശരി ശരി, നല്ലതാ പറഞ്ഞു. വർത്തമാനം പറയുന്നവര് കുറിച്ചവര് കൂട്ടം കൊടുക്കാം. സ്നേഹമുണ്ട്, സ്നേഹമുണ്ട്. മദ്യം കഴിക്കണോ? മദ്യം കഴിക്കുമ്പോൾ നല്ലതാ പറയുന്നത്. കിട്ടാണ്ട് കടയിൽ പോയി കിട്ടാണ്ടിരിക്കാണ്. ഞാൻ തെറ്റല്ല, വെളിയിൽ അവിടെ പോയി സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കട്ടെ, അത് മാത്രം കഴിയാറായി. സംഘപ്പെട്ട് കഴിയില്ല. പേടിക്കാനില്ല, ഒരു കാര്യം പാട്ടെ. വേറെ കാര്യങ്ങളാണ് അമ്മ. നിങ്ങൾക്ക് പറഞ്ഞ കേട്ടി എനിക്ക് കാര്യം എനിക്കറിയും. അതില്ലേ, അതുകൊണ്ട് പറയുന്ന സമയത്ത് ചിലർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു വരില്ല. അതാ പറയാൻ നല്ലതാണ് പറഞ്ഞത്. പെട്ടതൊന്നും നല്ല കാര്യം തന്നെ അയാൾ പറഞ്ഞത്. മദ്യം കഴിക്കേണ്ട, നല്ല കുട്ടികളാകണം, നന്നായിരിക്കണം, ഇതൊക്കെയാണ് പറയുന്നത്. നന്നായി ജീവിക്കണം, അതാണ് പറഞ്ഞത്. വേറെ ഒന്നും പറഞ്ഞില്ല. 5 മിനിറ്റ് കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. 5 മിനിറ്റ്. ഓക്കെ ഓക്കെ. ഞാൻ അവിടെ പോയി സംസാരിച്ച് എന്നെ വെക്കാൻ പറ്റില്ല. ഇല്ലില്ല, ഓക്കെ. ഓക്കെ, ദിവാകരനെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, നമ്മള് ഭാരപ്പെടണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത്, മനുഷ്യരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യം സമാധാനവും സന്തോഷത്തോടെയുള്ള മനുഷ്യന്റെ ജീവിതമാണ്. അപ്പോൾ സമാധാനവും സന്തോഷത്തോടുള്ള ജീവിതത്തിൽ ഞാൻ ഓർപ്പിച്ചത്, മനുഷ്യന്റെ ആയുസ്സൊക്കെ താൽക്കാലികം. 70 80 വർഷം വരെ മാത്രം മനുഷ്യർക്ക് ഈ ഭൂമിയിൽ നമ്മളൊക്കെ ജീവിക്കും. എത്ര പണ്ഡിതനാണെങ്കിലും, ധനവാനാണെങ്കിലും, ദരിദ്രനാണെങ്കിലും, എത്ര പേരും പ്രശസ്തിയുമുള്ള വ്യക്തിയാണെങ്കിലും, നമ്മുടെ എല്ലാം ജീവിതം 80 70 വർഷം അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. 100 120 വർഷം കഴിഞ്ഞു. പക്ഷെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പണമുള്ളത് കൊണ്ടോ, പ്രതാപങ്ങളോ, പേരോ, സാമ്പത്തികമോ, അധികാരങ്ങളോ നമുക്കുള്ളത് കൊണ്ടോ നമുക്ക് ആർക്കും മരണത്തിന് ശേഷമുള്ള ആ നിത്യതയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല. കുഴപ്പമില്ല, അവൻ കേൾക്കട്ടെ സുവിശേഷം. അപ്പോൾ മരണത്തിനപ്പുറത്ത് മനുഷ്യനൊരു ജീവിതമുണ്ട്. അത് ഒന്നല്ലെങ്കിൽ നിത്യമായ സ്വർഗത്തിലോ നരകത്തിലോ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ മരണം കൊണ്ട് ഭൂമിയിലെ ജീവിതം മനുഷ്യന്റെ അവസാനിക്കും. അത് കഴിഞ്ഞാൽ മനുഷ്യന്റെ ഭൂമിയിൽ ജീവിതമില്ലെങ്കിലും മരണശേഷം മനുഷ്യന്റെ ജീവിതമുണ്ട്. ഒന്നല്ലെങ്കിൽ നരകത്തിലായിരിക്കും, സ്വർഗത്തിലായിരിക്കുമെന്ന് എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്തോടുള്ള ധാർമ്മികതകൾ മനസ്സിലാക്കി, ദൈവത്തെ സ്നേഹിച്ച് ഒരു ദൈവ പൈതലായി ഈ ഭൂമിയിൽ ദൈവകൽപ്പന അനുസരിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ മാതാപിതാക്കളെ സ്നേഹിച്ച്, ഭാര്യയെ സ്നേഹിച്ച്, ഭർത്താവിനെ ബഹുമാനിച്ച്, കുഞ്ഞുങ്ങളെ പരിപാലിച്ച്, നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ ദൈവഭയത്തോടെ ജീവിച്ചാൽ
മരണശേഷം നമുക്കുള്ളതായിരിക്കുന്ന അനിത്യമായ സമാധാനവും സ്വർഗത്തിലും നമുക്ക് എത്തിച്ചേരാൻ കഴിയും. അതിനാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് കാൽവരിയിൽ യാഗമായി പിശാചിനെ ജയിച്ച്, പാപത്തെ ജയിച്ച്, മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവോട് ഞാൻ പോയതുപോലെ മടങ്ങി വരും. അപ്പൊ നമുക്കൊരു ന്യായവിധിയുണ്ട്, ഒരു ശിക്ഷാവിധിയുണ്ട്. ആ ന്യായവിധിയിൽ നിന്നും ശിക്ഷാവിധിയിൽ നിന്നും മോചനം പ്രാപിക്കാൻ നമ്മുടെ ശിക്ഷയെല്ലാം പിതാവായ ദൈവം യേശുവിന്റെ മേൽ ഏൽപ്പിച്ചു. യേശു കാൽവരിയിൽ ആ രക്തം ചിന്തിയതും, ചമ്മട്ടി കൊണ്ട് അടിയേറ്റതും, കുന്തത്താൽ കുത്തേറ്റതും, തലയിൽ മുൾക്കിടം തറച്ചതും ഒക്കെ നമ്മൾ പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആ നിൽക്കുന്ന നിൽപ്പിലിരിക്കുന്ന ഇരിപ്പിൽ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, മതം മാറിയതുകൊണ്ടോ, പേര് മാറിയതുകൊണ്ടോ, നാട് മാറിയതുകൊണ്ടോ, ഇനി നമ്മുടെ വസ്ത്രവേഷവിധാനങ്ങൾക്ക് മാറ്റം വരുത്തിയതുകൊണ്ടോ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് മാറ്റം വരുത്തേണ്ടത് നമ്മുടെ പാപ സ്വഭാവത്തിനാണ്. അതുകൊണ്ട് ദൈവത്തോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമാണ്. അതുകൊണ്ട് ഒരു വാക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിങ്ങൾ രോഗികളാണോ? നിങ്ങൾ കടഭാരത്താലാണോ? കുടുംബ പ്രശ്നത്തിലാണോ? സമാധാനം നഷ്ടപ്പെട്ട അനുഭവത്തിലാണോ? ഏത് പ്രതിസന്ധികളിലാണെങ്കിലും അതിനെല്ലാം പരിഹാരം ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലൂടെ പൂർത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അത് സൗജന്യമായിട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, അതെ, എന്നോട് ചേർന്നൊന്ന് പറയാൻ കഴിയുമോ? പിതാവായ ദൈവമേ, ഞാനൊരു പാപിയായ മനുഷ്യനെന്ന് ഞാൻ അറിയുന്നു. എന്റെ പാപം പരിശുദ്ധനായ ദൈവത്തിൽ നിന്നും എന്നെ അകറ്റിക്കളഞ്ഞു. പാപത്തിന് പരിഹാരത്തിന് വേണ്ടി അങ്ങയുടെ പുത്രനായ ക്രിസ്തു ഭൂമിയിൽ വന്ന് എന്നോട് ക്ഷമിക്കുമാറാകണം. മരണശേഷമുള്ള നിത്യതയിൽ എത്തുവാൻ എന്നെ ഞാൻ സമർപ്പിക്കുന്നു. എന്നെ സഹായിക്കണമേ. അങ്ങ് എന്നോട് കൂടെ ഇരിക്കണമേ. സന്തോഷവും സമാധാനവും എന്റെ